പ്രവാചകന്റെ ജന്മദിനത്തെ ആഘോഷമാക്കുന്ന മറ്റു ക്രിസ്തീയ ദേവാലയങ്ങളെ പോലെ മുസ്ലിം പള്ളികളെ അലങ്കാരമാക്കി ഒരിക്കലും നമ്മൾ കാണാത്ത കേൾക്കാത്ത ഈ ഒരു പുതിയ കാലം. മാത്രമല്ല, ചില ആളുകൾ ഈ സമയത്ത് ഉംറക്ക് പോവുക, മദീനത്തേക്ക് ഈ സമയത്ത് ഉംറക്ക് പോവുക. എന്തിനാണ്? മദീനയിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന്റെ അന്ന് മദീനത്ത് ആ ഖബറിന്റെ പരിസരത്ത് ഉണ്ടാവാൻ വേണ്ടി. സുഹൃത്തുക്കൾ, ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അതൊക്കെ ലക്ഷ്യമായി മാറി ഏതൊക്കെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പരിവർത്തിക്കപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയാക്കപ്പെട്ടു, അതിലിനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ പള്ളിനേക്കാളും മക്കത്തെ പള്ളിക്ക് ഒരു പുണ്യല്ലേ? 1,00,000 പ്രതിഫലം കിട്ടൂലേ? അതാര് നിശ്ചയിച്ചതാ? അവിടുത്തെ ഭരണാധികാരികൾ നിശ്ചയിച്ചതാ? അത് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു നിശ്ചയിച്ചതാണ്. അറഫാ ദിനത്തിനൊരു പുണ്യമില്ലേ സുഹൃത്തുക്കളെ? റമളാന്റെ രാപ്പകലുകൾക്ക് ഒരു പുണ്യമില്ലേ? റബീഉൽ അവ്വൽ 12 ദിവസത്തിൽ ഏതെങ്കിലും ഒരു പുണ്യം, ഒരു കാര്യം ചെയ്താൽ, അന്ന് ഖുർആൻ ഓതിയാൽ പ്രത്യേക കൂലുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ മതത്തിൽ പുതിയ നിയമമുണ്ടാക്കി. അള്ളാഹ് നിശ്ചയിക്കാത്ത, റസൂൽ നിശ്ചയിക്കാത്ത ഒരു ദിവസത്തിന്റെ പ്രത്യേകത, ഒരു മാസത്തിന്റെ പ്രത്യേകത, ഒരു രാവിന് പ്രത്യേകത, ഒരു സ്ഥലത്തിന് പ്രത്യേകത ദീനിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് ഇസ്ലാമിക മതത്തിൽ ഒരു പുതിയ നിയമം ഉണ്ടാക്കലാണ്, ശറഅ ഉണ്ടാക്കലാണ്. അംലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീൻ. അള്ളാഹുവിന്റെ അധികാരത്തിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹു നിശ്ചയിക്കേണ്ട കാര്യം മറ്റുള്ളവർ ഏറ്റെടുത്ത് നിശ്ചയിക്കലാണ്. അത് ഗൗരവമുള്ള കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹവും മഹബത്തും എല്ലാം നമുക്കുണ്ട്. അത് ഒരു ദിവസത്തിലോ ഒരു ദിനത്തിലോ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനായിട്ട് അതുണ്ട്. അതുകൊണ്ട് നാട്ടിൽ ഇതൊക്കെ വളരെ ആഘോഷപൂർവ്വം നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലൊന്നും ഇസ്ലാമിന് യാതൊരു പങ്കുമില്ല. ഇസ്ലാമിന്റെ ഏതൊരു കർമ്മം നമ്മൾ പരിശോധിച്ചാലും അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് അള്ളാഹിന്റെ ദീനായതുകൊണ്ടാണ്. എന്നാൽ ഇത്തരം വിദഅത്തുകൾ പരിശോധിച്ചാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് സുഹൃത്ത്. നമ്മളൊക്കെ താമസിക്കുന്ന ഈ നഗരത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? ഈ ട്രാഫിക് കൊണ്ട് നടന്നു പോകാൻ നമുക്ക് പറ്റൂല. അങ്ങനത്തെ സ്ഥലമാണ്. ഇത്തരം നിരത്തുകളിലേക്കാണ്, റോഡുകളിലേക്കാണ് എന്തറിയോ, ആംബുലൻസുകളെ തടസ്സപ്പെടുത്തി, വഴിയാത്രക്കാരെ തടസ്സപ്പെടുത്തുന്ന ജാഥകൾ. അവിടെ നമ്മൾ സലാത്ത് ചെല്ലുമ്പോഴും റസൂലുള്ളാഹിന്റെ പേരുച്ചരിക്കുമ്പോഴും ഒക്കെ. അതുകൊണ്ട് ഇസ്ലാമിന് ഗുണമോ ദോഷമോ നമ്മൾ ആലോചിക്കണം. നമുക്ക് നിശ്ചയിച്ച 2 ആഘോഷങ്ങൾക്ക് പുറമെ ഒരാഘോഷം എന്ന നിലയ്ക്ക് പെരുന്നാക്ക് പോലും പള്ളികൾ ആരും അലങ്കരിക്കാറില്ലുണ്ടോ? പെരുന്നാക്ക് നമ്മൾ ആരെങ്കിലും പള്ളി അലങ്കരിക്കുക? അതിനേക്കാളും ആഘോഷപൂർവ്വം ഇതിനെ ഏറ്റെടുക്കുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇത്തരം അനാചാരങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. കാരണം നാളെ പരലോകത്ത് ഹൗലുൽ കൗസർ കുടിക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോൾ അവർക്കത് വിലക്കപ്പെടുമെന്നാണ്. അപ്പൊ അത് വിലക്കപ്പെടുമ്പോൾ നബി ചോദിക്കും, ഇതാ സ്വഹാബി, എൻ്റെ അനുചരന്മാരല്ലേ എന്ന് പറയുമ്പോൾ പറയും, നിനക്കറിയില്ല അഹ്ദസു ബഅദക്, നിനക്ക് ശേഷം അവരെന്തെല്ലാം ഇതിൽ കൂട്ടിച്ചേർത്തു നിനക്കറിയില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് വേണം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ദീനിന്റെ കർമ്മങ്ങളാണ്, ആചാരങ്ങളാണ് എന്ന് ഉറപ്പ് വേണം.